हरे कृष्णा सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം ശ്രീ മാത്രേ നമഃ.
ഹരേ കൃഷ്ണ. സൗമ്യ നല്ല കലാകാരിയല്ലേ, സ്പോട്ട് ചെയ്യുന്ന കലാകാരിയല്ലേ. അവരോടൊന്നും ഉപമിക്കാൻ മാത്രമുള്ള കലയൊന്നും എനിക്കില്ല. അവരൊക്കെ എക്സ്ട്രീം കലാകാരികളാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ദിവസവും ലൈവ് എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ജോലി തിരക്ക് വരുമ്പം വല്ലാത്തൊരു പ്രയാസമായി പോവുകയാണ്. അതാണ് കാര്യം, വേറെ ഒന്നുമല്ല. ഒരു മിനിറ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ. சார் லைவ் எடுத்துட்டு இருக்கு சார், முடிச்ச உடனே கால் பண்ணுறேன். ஓகே சார். ഇതാണ് പ്രശ്നം. ക്ലാസ് എടുക്കാം, ഇന്ന് ഫ്രീ ആയിരിക്കും എന്ന് കരുതി അപ്പം വരും. അപ്പം അതുകൊണ്ടാണ് നമുക്കൊക്കെ വർക്ക് കിട്ടുമ്പോഴല്ലേ കിട്ടും, എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ടൊക്കെയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, ധന്വന്ത് പ്രണാമം. അപ്പോൾ ഇപ്പോഴും ക്ലാസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ വർക്ക് വരുന്നത് കൊണ്ടാണ് എനിക്ക് സ്കിപ്പായി പോകുന്നത്. പിന്നെ ഒരു എന്താ പറയുക, നമ്മളൊരു ടൈം ഷെഡ്യൂൾ വെച്ച് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് രാവിലെ 5:30 ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ടായിരിക്കുന്ന ടൈം. അത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. രാവിലെ 5:30 നമുക്കൊരു ലൈവ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ആ ടൈം ഓക്കെ ആണെങ്കിൽ നമുക്ക് നാളെ രാവിലെ മുതൽ 5:30 മുതൽ ഒരു 6:30 7 മണി വരെയൊക്കെ നമുക്ക് ലൈവ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ എനിക്ക് രാവിലെ എൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് പോവുകയും ചെയ്യാം, ഒരു പീസ്ഫുൾ ടൈമും ആയിരിക്കും. അത് വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വർക്ക് നിങ്ങൾക്കൊന്ന് കേൾക്കാൻ സാധിക്കുന്നത്, ജയ് ഗുരുദേവ്, കേൾക്കാൻ സാധിക്കുന്നത് 10:30 മണിയായിരിക്കും. അപ്പം ഞാനും ആ സമയത്ത്, അപ്പോൾ എൻ്റെ ലഞ്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒരു 5:30 മണി ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. പക്ഷെ എത്ര പേര് നിങ്ങളെ എഴുന്നേൽക്കുമെന്നൊന്നും അറിയില്ല, കാരണം ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എബവ് 30 ആകുമ്പോൾ എല്ലാവർക്കും കുറച്ച് ടയർഡായിരിക്കും. രാവിലെ 6:30 7 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. എനിവേ നോക്കാം, നമുക്ക് ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയ ടൈം വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് പോവാം. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി, ക്ഷമിക്കണം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സുഖമായിരിക്കുന്നു, ആരോഗ്യമെല്ലാം ഡെവലപ്പായി വരുന്നുണ്ട്, ഒന്നും കുഴപ്പമൊന്നുമില്ല. തങ്കമണി മാതാജിയുടെ മെസ്സേജ് ഞാൻ കണ്ടു, ഒരുപാട് സന്തോഷം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. പിന്നെ വളരെ അതീവ സീരിയസ് ആയിട്ട് നമ്മുടെ മാതാജിയുടെ ഒരു പ്രഭു, അദ്ദേഹം ഹസ്ബൻഡ് അറിയാലോ, ഹരേ കൃഷ്ണ, അറിയാലോ, ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ആണ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നല്ല പ്രാർത്ഥനകൾ പോകുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ലാലി മാതാജി റെഡി രാവിലെ 5:30 ക്ലാസ്സിന്. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടാക്കലേ, വെളുപ്പിനൊന്നും ക്ലാസ് എടുക്കില്ലേന്ന് താങ്കൾ കാണണ്ട, പിന്നെ ലൈവ് റെക്കോർഡ് കണ്ടാൽ മതി. അയ്യടാ, അങ്ങനെ ഇപ്പം കിടന്നുറങ്ങണ്ട, ഞങ്ങൾ എടുക്കും അല്ലേ. സന്ധ്യ മാതാജി, ഞാൻ ഓക്കേന്ന്. അപ്പോൾ രാജേഷ് പ്രഭു ആ സമയത്ത് ഉറക്കമാണല്ലേ. അടുത്ത എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ തലവഴി വെള്ളമൊഴിക്കായിരുന്നു. ഇതിപ്പോൾ അടുത്തല്ലല്ലോ, ഞാൻ ചെന്നൈയിലായി പോയില്ലേ, നിങ്ങളൊക്കെ കേരളത്തിലായി പോയില്ലേ. സാരമില്ല, നോക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് എടുത്ത് പോവാം. സാധിക്കുന്നവർ വന്നാൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. അല്ലാത്തവർ റെക്കോർഡ് കാണും, റെക്കോർഡായാലും നമ്മുടെ പേജിൽ കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. കുറച്ച് മെസ്സേജുകളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഇനിയും കുറച്ച് മെസ്സേജ് നോക്കാനുണ്ട്. നോക്കാം, കുറച്ചായിട്ട് നോക്കി വരാം. ഒറ്റയടിക്ക് ഇരുന്ന് നോക്കാൻ പറ്റില്ല, അറിയാലോ. അപ്പോൾ കുറേയൊക്കെ നോക്കിയിട്ടുണ്ട്. ഇന്നലെ ഒരു 10 45 50 മെസ്സേജോളം നോക്കി റിപ്ലൈ കൊടുത്തു. ഇനിയും കുറേയൊക്കെ നോക്കാനുണ്ട്. പിന്നെ ലഡു ഗോപാൽ ഇന്ന് അയച്ചു തുടങ്ങും. ഓക്കെ, അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ക്ലാസ്, ഗീതാ പഠന ക്ലാസ് നോക്കാം. ഓക്കെ, കുറവുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. ഇന്നലെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാനത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിൽ അധ്യായം 7 ശ്ലോകം നമ്പർ 5 ആണ്. 5ാം ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീല പ്രഭുപാദർജിയുടെ ഭഗവത്ഗീതയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം അത്രയും പുണ്യമായിരിക്കുന്ന, കൃത്യമായിരിക്കുന്ന ഒരു ഭഗവത്ഗീത വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അത്രയും വ്യക്തമായിട്ടാണ് ശ്രീല പ്രഭുപാദി നമുക്ക് ഗീത പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ ഇടയ്ക്ക് പേഴ്സണൽ മെസ്സേജസ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യരുത്, അപ്പം എൻ്റെ ശ്രദ്ധ മാറിപ്പോവും. ഓക്കെ മാതാജി,
മാക്സിമം ക്ലാസ്സുകളെല്ലാം ഷെയർ ചെയ്യാൻ നോക്കുക. നമുക്ക് കിട്ടുന്ന അറിവുകൾ അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കപ്പെടുമ്പോഴാണ് പ്രചരണമാവുന്നത്. പ്രചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം നിസംശയേന നമ്മളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ ശ്ലോകമാണ്. അഭരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേം പരാം ജീവഭൂത മഹാബാഹോ യയേധം ധാരതേ ജഗത്. ഇതാണ് 5ാമത്തെ ശ്ലോകം. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് മഹാബാഹുവായ അർജുന എന്നാണ് പറയുന്നത്. നല്ല ശക്തിമാനായിരിക്കുന്ന അർജുന, എനിക്ക് മറ്റൊരു കൃഷ്ടശക്തി കൂടിയുണ്ട്, മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടെയുണ്ട്. എന്താണ് ഭഗവാന്റെ മറ്റൊരു ഉത്കൃഷ്ട ശക്തി എന്നുള്ളത് നോക്കാം. ഈ തരം താഴ്ന്ന ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. ഭഗവാൻ പോലും പറയുന്നു ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് വളരെ തരം താണതാണെന്ന്. മനസ്സിലായില്ലേ? ഈ ലോകത്ത് നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കും, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകേണ്ടി വരും. അത് എത്ര വലിയ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും കഴിവുള്ളവനായാലും കഴിവില്ലാത്തവനായാലും ആരായാലും ശരി, ഈ ലോകത്ത് നിന്ന് നമുക്കൊരിക്കൽ തിരിച്ചു പോകേണ്ടി വരും. അതിന്റെ അർത്ഥം ഈ ലോകം ശാശ്വതമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവര് പോയതിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അഗാധമായി ദുഃഖിക്കാൻ പാടില്ല. നമ്മളും ആ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഭഗവാൻ പറയുന്നു ഈ തരം താഴ്ന്ന ഭൗതിക പ്രകൃതി എന്നാണ് പറയുന്നത്. അപ്പം തരം താഴ്ന്ന ഭൗതിക പ്രകൃതി എന്ന് പറയുമ്പോൾ ആത്മീയ ഉന്നതിയാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത് എന്ന് ഭഗവാൻ നമുക്ക് ആ വാക്കിലൂടെ തന്നെ വ്യക്തമാക്കി തരാണ്. ആ ആത്മീയത കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പല 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 തടസ്സങ്ങൾ വരും, പല വിഷമങ്ങൾ ഉണ്ടാവും, പല തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടി വരും, പല തരത്തിലുള്ള കഷ്ടതകൾ ഉണ്ടാവും, നഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിലൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? പതറിപ്പോവാൻ പാടില്ല. പതറാതെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയ ഉന്നതി കൈവരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോ ജീവഗണങ്ങൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയുടേതാണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഇവിടെ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തി, ഭഗവാന്റെ ശക്തിയുടെ ഭാഗമാണെന്ത്? ജീവഗണങ്ങളെല്ലാം തന്നെ. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയുടെ ഭാഗമാണ്. അല്ലാതെ ഞാനെന്ന ഭാവം, ഞാൻ, എനിക്ക്, അങ്ങനെ എന്റെ എന്ന് അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല. ഒന്നും നമ്മളിൽ നിന്നല്ല തുടങ്ങുന്നത്, പിന്നെയോ ഭഗവാനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ പറയുന്ന നമ്മുടെ ശരീരവും നമ്മുടെ സർവ്വതരത്തിലുള്ള നമ്മുടെ നേട്ടങ്ങളും കഴിവുകളും എല്ലാം സമസ്തവും ആർക്ക് അവകാശപ്പെട്ടതാണ്? ഭഗവാൻ അവകാശപ്പെട്ടതാണ്. ഭഗവാനിൽ നിന്ന് തുടങ്ങി ഭഗവാനിലേക്ക് തന്നെ അവസാനിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ എന്ന് പറയുന്ന ജീവാത്മാക്കൾ എല്ലാവരും. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യ, അഹങ്കാരം ഇവകളായി പ്രകടമാകുന്ന ദ്രവ്യങ്ങളാണ് തരം താഴ്ന്ന ശക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, നമ്മുടെയൊക്കെ മനസ്സ്, നമ്മുടെ ബുദ്ധി, മിഥ്യാഹങ്കാരം, ഞാനെന്ന ഭാവത്തിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന മിഥ്യാഹങ്കാരം. എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും, ഞാൻ വിചാരിച്ചാൽ അത് നടക്കും, ഇത് നടക്കും, എല്ലാം നടക്കും എന്ന തോന്നല്. അങ്ങനെ നമ്മൾ കാണുന്ന സമസ്തവും ഭഗവാൻ പറയുന്നു എന്താണ്? മിഥ്യാഹങ്കാരം ഉൾപ്പെടെ എന്താണ്? തരം താഴ്ന്നതാണെന്ന് പറയുന്നു. അപ്പോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ തരം താഴ്ന്ന കാര്യങ്ങൾക്ക് പിന്നാലെ പോകരുത്. കഴിഞ്ഞ ഒരു 25 വർഷം മുമ്പേ അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പേ എന്റേതെന്ന് അവകാശപ്പെട്ട് മതില് കെട്ടി തിരിച്ച ഭൂമി പോലും ഇന്ന് ആ അവകാശി ജീവിച്ചിരിക്കുന്നില്ല. പകരം മറ്റേതോ ഒരു അവകാശിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ പോകുന്നു അവകാശങ്ങളുടെ ഒരു പട്ടിക. പക്ഷെ ആർക്കും സ്വന്തമായി ഇവിടെ ഒന്നും പെർമനന്റ് ആയിട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്നില്ല. ക്ലിയർ? എല്ലാം എല്ലായിടത്തേക്കും ഇങ്ങനെ വെതറി ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടേതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ചേർത്ത് പിടിക്കേണ്ട. ഇന്നലെ വരെ ഉണ്ടായതൊക്കെ നാളെ മറ്റാരുടേതോ ആയി തീരാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മച്ചി മരിച്ചപ്പോ അവിടെ ചെന്നിരുന്നില്ലേ, അവിടെ ചെന്ന് ബോഡിയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഒന്ന് നോക്കുന്ന സമയത്ത് അവര് സൂക്ഷിച്ചു വെച്ച കുറേ സാരികൾ ഉണ്ടായിരുന്നു. മിക്കതും നമ്മൾ വാങ്ങിച്ചു കൊടുത്തപ്പം അതൊക്കെ വളരെ നെഞ്ചോട് ചേർത്ത് ഇഷ്ടപ്പെട്ട് എന്റേതെന്ന് പറഞ്ഞ് എനിക്കെന്ന് പറഞ്ഞ് എന്താ പറയാ അത്രയും നല്ല കളറ് നല്ല ഭംഗി എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച പല വസ്ത്രങ്ങളും വീതിച്ചെടുക്കാനുള്ള ഒരു തത്രപ്പാട് ഞാൻ അവിടെ പലരിലും കണ്ടു എന്നുള്ളതാണ് വാസ്തവം. പലരും ഇങ്ങനെ അയ്യോ നല്ല ഭംഗിയുണ്ട്, പുതിയതാണ്, ഇതെടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പം ആ ഒരു ശരീരം പോലും അവിടുന്ന് മാറ്റിയിട്ടില്ല. അപ്പൊ അവര് ചോദിക്കുകയാണ്
മോൾക്ക് എന്തെങ്കിലും വേണോ ഇതിൽ നിന്ന്? ഞാൻ പറഞ്ഞു വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു ശരീരം നമ്മൾ കാണുമ്പോൾ ആ ശരീരത്തിന്റെ നഗ്നത മറക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വസ്ത്രമല്ലാതെ ഈ ലോകത്ത് നിന്ന് മനുഷ്യരൊന്നും കൊണ്ടുപോകുന്നില്ല. എത്രയോ നന്നായി കഴുകി തേച്ച് അലക്കി മടക്കി എന്റേതെന്ന് പറഞ്ഞ് എടുത്തു വെച്ചതെല്ലാം ഇന്ന് മറ്റാരൊക്കെയോ സ്വന്തമാക്കാനുള്ള തത്രപ്പാടിൽ. കുറച്ചു കാലം കഴിയുമ്പോൾ അത് കീറി പറഞ്ഞു കഴിഞ്ഞാൽ അവരതും കളയും. ഇങ്ങനെയാണ് ഈ ലോകം യാത്ര ചെയ്യുന്നത്, അല്ലെ? ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും. ആ ഒരു അധ്യായം അവിടെ അടഞ്ഞു. എന്നിട്ടും നമ്മൾ അടുത്ത എന്തൊക്കെയോ കാര്യങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക്, ഓർമ്മകളിൽ എപ്പോഴെങ്കിലും കയറി വരുന്ന ഒരു മുഖം, ഒരു ശബ്ദം, ഇത്രയായി മാറുന്നു നമ്മൾ ഓരോ വ്യക്തികളും. ഞാനും നിങ്ങളും എല്ലാവരും ഇങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ ആ ഉത്തരവാദിത്തങ്ങളും കടമകളും നമ്മൾ ചെയ്തു തീർക്കുക. ഒരുപാട് എന്നെ ചിന്തിപ്പിച്ചു. ആ സ്ഥാനത്ത് ഞാൻ നിന്നുകൊണ്ട് ഒത്തിരി ചിന്തിച്ചു. ഞാൻ എന്താ പറയാന്ന് എനിക്കെന്നെ അറിയില്ലായിരുന്നു. കാരണം അടക്കം പോലും ചെയ്തിട്ടില്ല. അതിനു മുൻപേ ആ ബാഗിൽ നിന്ന് എന്താണോ ഉള്ളത് അതെടുക്കാനുള്ള കുറെ ആളുകളുടെ തത്രപ്പാട്. അവരെടുത്തോട്ടെ, നമുക്കെന്താ, ഒന്നും വേണ്ട. അവസാനം ഞാൻ പറഞ്ഞു, അമ്മ നെഞ്ചോട് ചേർത്തൊരു ബൈബിൾ ഇവിടെ എവിടെയെങ്കിലും കാണും, അത് ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്കത് മതി. അതും പറഞ്ഞ് ഞാൻ അത് മാത്രമാണ് കൊണ്ടുവന്നത്. കാരണം അവരപ്പം അതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അതൊന്നും അവർക്ക് എന്താ പറയാ, അവർക്ക് നല്ല നല്ല കളർ സാരികള്, നൈറ്റികള്. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു പലപ്പോഴും. അമ്മച്ചി വിളിച്ചിട്ട്, മോളെ അമ്മയ്ക്കൊരു സാരി വേണം, അല്ലെങ്കിൽ ഒരു നൈറ്റി വേണം, വരുമ്പോ ഇത് കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹത്തോടെ പറയും കേട്ടോ. അപ്പൊ ഞാൻ പലപ്പോഴും കൂട്ടിക്കൊണ്ടേ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ കൊണ്ടു കൊടുക്കും. അപ്പൊ അതൊക്കെ അന്ന് അയ്യോ നല്ല ഭംഗിയുണ്ട്, അങ്ങനെ ഇങ്ങനെ സ്നേഹത്തോടെ അവരങ്ങ് ചേർത്ത് പിടിച്ചു. ഇന്ന് ആ സ്നേഹം എന്താണ്, അല്ലെങ്കിൽ അത് കൊടുക്കുമ്പോൾ ഉണ്ടായ നമ്മുടെ വികാരമോ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അവരുടെ വികാരമോ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ അത് വീതം വെച്ചെടുക്കുന്ന വ്യക്തികൾ അത് സ്വന്തമാക്കാനുള്ള ഒരു തത്രപ്പാട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സെന്റിമെന്റ്സ് ഉണ്ട്, ഇല്ലേ? അത് കൊടുത്ത ഒരുപാട് സെന്റിമെന്റ്സ് ഉണ്ട്. ആ സെന്റിമെന്റ്സിനെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് സ്വമേധയെ അവരതെല്ലാം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു തത്രപ്പാടാണ് ഞാൻ കണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ, യാതൊരു സംശയവും ഇല്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെയും അവസ്ഥ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ടൈം അത്രേ ഉള്ളൂ. ആരുടെ ഉള്ളിലും അത്രേ ഉള്ളൂ വേദന. ഒരു 6 മാസം, ഒരു വർഷം കഴിഞ്ഞാൽ തീരുന്ന വിരക്തിയേ ഉള്ളൂ എല്ലാവർക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറെയൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഉള്ളിൽ ഒതുക്കി നമ്മളിങ്ങനെ പോവാ. ഈ ലോകത്ത് നമ്മൾ ശാശ്വതമല്ല എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ഉള്ളിൽ. നമ്മളും ശാശ്വതമല്ല, നമുക്കുള്ളതും ശാശ്വതമല്ല. അതിന്റെ ഇടയിൽ ഒരു വാക്ക് തർക്കങ്ങളും പരസ്പരം പോരടിക്കലും പരസ്പരം യുദ്ധം വെട്ടലും ഇതൊന്നും വേണ്ട. നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആലോചിച്ച് നോക്കൂ. നമുക്ക് എത്രയോ പ്രിയപ്പെട്ട എത്രയോ പേര് ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് പോയിരിക്കുന്നു. അവരെ നമ്മൾ ഇന്ന് എത്ര നേരം ഓർക്കുന്നുണ്ട്. അവരെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു നിമിഷത്തിൽ കൂടുതൽ നമ്മൾ അവരെ മറക്കുന്ന സമയങ്ങളുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇതൊന്നും ഇവിടെ ശാശ്വതമല്ല. എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകേണ്ടതാണ്. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യേണ്ട. അപ്പോ എന്താ പറയുന്നത്, തരം താഴ്ന്ന ഈ ശക്തി, അതായത് ഭഗവാൻ പറയുന്നു മനസ്സും ബുദ്ധിയും വിദ്യാഹങ്കാരവും ഭൂമിയും ജലവും അഗ്നിയും വായുവും ആകാശവും ഇതൊക്കെ തരം താഴ്ന്ന ശക്തികളാണ്. സ്ഥൂല പദാർത്ഥം, അതായത് ഭൂമി പോലെയുള്ളത്, സ്ഥൂലമായിട്ടുള്ളത്, അതായത് നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന കാര്യങ്ങളെയാണ് ഈ സ്ഥൂലം എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പർശിച്ചാൽ അറിയാൻ പറ്റും, അല്ലെ? എങ്ങനെ തൊട്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കാണാനും അറിയാനും അനുഭവിക്കാനും പറ്റുന്ന വസ്തുക്കളെയാണ് നമ്മൾ സ്ഥൂലം എന്ന് പറയുന്നത്. സൂക്ഷ്മ പദാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, അത് എവിടെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെ? അപ്പോ നമ്മുടെ ചിന്തകൾ അതെവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഈ ആത്മാവ് അതെവിടെയാണെന്ന് നമുക്കറിയില്ല. ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൂക്ഷ്മം എന്ന് പറയുന്നത്. വണക്കണ്ണ 5 സെറ്റ് വെക്കാം. ശരി, ഉതിരിയില്ലേ? ആ ശരി അണ്ണ. തുളസി ഇരുന്നാ കൊഞ്ചം ഒരു 1 kg ഈവനിങ്. ആ ഓക്കെ ഓക്കെ, ഈവനിങ് കൂടെ കൊണ്ടുവന്നാ പോതും അണ്ണ. കറുകപ്പുല്ലുണ്ടല്ലോ അല്ലെ, അരകമ്പുല്ലി இருக்கு. വാട്സാപ്പിൽ போட்டு விடுங்க. 2 നേത്തത്തോ ഇന്നത്തെ സേത്ത്. അപ്പോ എന്താ പറയുന്നത് അണ്ണാ, ശംഖുപുഷ്പം இருக்கா അണ്ണാ?
கொஞ்சம் சங்கு புஷ்ப அர்ஜென்டா இன்னைக்கு இன்னைக்கு கிடைக்குமா? கொஞ்சம் மறக்காம, ஏன்னா இன்னைக்கு சனிக்கிழமை. சரி, ஓகே. അപ്പൊ മനസ്സ്, ആത്മാവ് ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? സൂക്ഷ്മമായിരിക്കുന്നത് എന്ന് പറയും. നമുക്ക് കാണാനും കേൾക്കാനും തൊടാനും ഒന്നും സാധിക്കാത്തതിനെയാണ് നമ്മൾ സൂക്ഷ്മം എന്ന് പറയുന്നത്. ഓക്കെ, താഴ്ന്ന തരം ഭൗതിക ശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം തന്നെ. വളരെ താഴ്ന്നിരിക്കുന്ന, അതായത് നമ്മൾക്കൊരു എന്താ പറയുക, ഒരു വാല്യൂ, അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ചിന്തിക്കാത്ത തരത്തിൽ താഴ്ന്നിരിക്കുന്നതാണ് ഈ പറയുന്ന സൂക്ഷ്മം എന്ന് പറയുന്നത്. ഈ അധമ പ്രകൃതിയെ പല ഉദ്ദേശങ്ങൾക്കായി ചൂഷണം ചെയ്യുന്ന ജീവാത്മാക്കൾ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തിയാകുന്നു. അപ്പൊ ഈ പറയുന്ന ഈ മനസ്സ്, ചിന്ത, വാക്ക്, പ്രവൃത്തി, അഗ്നി, ജലം, ഭൂമി, വായു, ആകാശം, ഇതൊക്കെ തരം താഴ്ന്ന കുറേ എന്താ പറയാ കാര്യങ്ങളാണ്. ഇതിന്റെ മുകളിൽ ഇതെനിക്ക്, ഈ ഭൂമി എനിക്ക്, ഈ കിണർ എനിക്ക്, ഈ കുളം എന്റേത്, അങ്ങനെ എങ്ങനെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും കത്തിക്കുത്തും വിവാദങ്ങളും എല്ലാം നടത്തിയിട്ട് ആ വ്യക്തികളെല്ലാം കാലയവനികൾക്കുള്ളിൽ അങ്ങ് നടന്നു പോകും, അല്ലെ? എന്തിനു വേണ്ടി വഴക്കിട്ട്, എന്ത് നേടി, എന്താണ് ഇതിൽ നിന്നുണ്ടായ നേട്ടം, ഇതൊന്നും ചിന്തിച്ചാൽ ഒരു അന്തവും കുന്തവും ഉണ്ടാവില്ല. വല്ല കാര്യമുള്ള കാര്യത്തിനാണോ എന്ന് വെച്ചാൽ അതുമല്ല. അതുകൊണ്ട് എന്താ നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതുമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ? ആലോചിച്ചുകൊണ്ടേയിരിക്കുക. ഈ പറയുന്ന തരം താഴ്ന്ന പല 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 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ? അതിന്റെ മുകളിൽ പോയി സമയം കളയാതിരിക്കുക. ആ സമയം കൊണ്ട് നമ്മളൊന്ന് ജപിക്കുക. കാരണം എന്താണെന്നറിയോ? അപ്പൊ പറയും, ഓ പിന്നെ ജപിച്ചിട്ട് എന്ത് കിട്ടാൻ? മരണക്കിടക്കയിൽ കിടക്കുമ്പോ ആ ജപം മാത്രമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആ ജപമാണ് നമ്മളുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഒരു അധമമായിരിക്കുന്ന മരണം നമുക്ക് സംഭവിക്കാൻ? ചിന്തിച്ചു നോക്കൂ. ഒരു വാഹനാപകടം വന്ന് കൈയും കാലും ഒക്കെ പോയി തളർന്ന്, നട്ടെല്ലും തളർന്ന് നമ്മളിങ്ങനെ കിടക്കുകയാണ്. എല്ലാം അറിയുന്നുണ്ട്, സംസാരിക്കാൻ വയ്യ. എല്ലാം കേൾക്കുന്നുണ്ട്, പ്രതികരിക്കാൻ വയ്യ. ആലോചിച്ച് നോക്കൂ. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റൂല, ഒരിക്കലും പറ്റില്ല. എന്തിനു പറയണം? ഒന്ന് വെറുതെ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി, ഞാൻ എവിടെയും വാഹനം എടുത്തൊന്നും പോവില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും പറഞ്ഞ് പറമ്പിൽ പോയി ഇറങ്ങി നിന്നാൽ മതി. വല്ല തേങ്ങയും തലയിലോട്ട് വീണിട്ടല്ലേ, വല്ല മരം പൊട്ടി വീഴേ, ഇലക്ട്രിസിറ്റിയുടെ വല്ല കമ്പി പൊട്ടി വീഴേ, എന്തെല്ലാം അത്യാഹിതങ്ങൾ നമുക്ക് സംഭവിക്കാം, ഏതൊക്കെ രീതിയിൽ സംഭവിക്കാം. അപ്പോ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് പല തരത്തിലുള്ള ആപത്തുകളും അപകടങ്ങളും നമ്മളെ തേടി വരും. അപ്പോ ആ സമയത്ത് ഗ്യാസ് കേൾക്കില്ല. ഒരു നിമിഷം, ഗ്യാസ് പറഞ്ഞോ? ഓക്കെ, സോറി എന്നാ. തീർന്നോ ഗ്യാസ്? തീർന്നോ മോനേട്ടാ? ഓക്കെ, ഞാൻ അറിഞ്ഞില്ല ഗ്യാസ് തീർന്നത്. അപ്പോ ഇങ്ങനെയുള്ള പല അത്യാഹിതങ്ങൾ നമുക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, ഇങ്ങനെയുള്ള ആപത്തുകളൊന്നും നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുണയായിരിക്കുന്നത് ജപം മാത്രമാണ്. നമ്മുടെ മക്കളെല്ലാം പുറത്തു പോകുന്നുണ്ട്, അല്ലെ? നമ്മൾ അങ്ങനെ ചെയ്ത മക്കളെ, ഇങ്ങനെ ചെയ്ത മക്കളെ, ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരെ തേടിയെത്തുന്ന ആപത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പൊ ആ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജപിക്കുക. ജപം മാത്രമേ അത്യാപത്തുകൾ തടയാൻ നമ്മൾക്കൊരു മാർഗമുള്ളൂ. മനസ്സിലായില്ലേ? അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം ജപമില്ലാതെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്തില്ല, രക്ഷയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. சார் நான் இன்னைக்கு கண்டிப்பா வரேன் சார், கிளாஸ் எடுத்துட்டு இருக்கு. சார் வந்துடுறேன் சார், இன்னைக்கு கிளாஸ் எடுத்துட்டு இருக்கு. நோ ப்ராப்ளம் சார். என்ன சார்? ஆமா சார், ஆமா சார், ஒர்க் இருந்த அதனால தான். இன்னைக்கு கண்டிப்பா வந்துடுறேன் சார். கண்டிப்பா ஈவினிங் வரேன் சார். ஓகே சார், தேங்க்யூ. അവിടെയും ഇവിടെയൊക്കെ വർക്ക് കമ്മിറ്റ് ചെയ്താലുള്ള കുഴപ്പതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു അത്യാപത്തുകൾ നമ്മൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ വരാതിരിക്കണമെങ്കിൽ അത് അസുഖത്തിന്റെ രൂപത്തിലാവാം, അപകടത്തിന്റെ രൂപത്തിലാവാം, ഏത് രൂപത്തിൽ വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മൾ പറയും, ഇത്രയും കാലം ജപിച്ചിട്ടൊന്നും നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ എന്ന്. പ്രശ്നങ്ങൾ തീരാനല്ല ജപിക്കുന്നത്. പ്രശ്നങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. വെറുതെ വഴിയൂടെ പോകുന്ന ഒരാൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ആപത്തുകൾ വരരുത് നമുക്ക്.
ആലോചിച്ച് നോക്കണം. പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്യാം. ആപത്തുകൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല, അല്ലെ? ശരീരം എന്തെങ്കിലും ഒരു ആപത്ത് പറ്റുക, അല്ലെങ്കിൽ ഒന്ന് അങ്ങനെ ഒരുപാട് ആപത്തുകളുണ്ട്. വെറുതെ നടന്നു പോകുന്ന ഒരാളുടെ കാലിൽ ഒരു പാമ്പ് കടിക്കുക, ഇതൊക്കെ ഒരു ആപത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്തുണ്ടാവരുത്, സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജപിക്കുക. ഒന്നും പ്രതീക്ഷിക്കാതെ ജപിക്കുക നമുക്ക് ഭഗവാനിൽ നിന്ന്. ആ ജപത്തിലൂടെ കലിയുഗത്തിൽ ഭഗവാൻ നമ്മളോട് കണക്ട് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കണക്റ്റായി നമുക്ക് എന്ത് വരും, കുറെ കഴിയുമ്പോൾ ഒരു ശാന്തിയും സമാധാനവും വരും. ആരും കാണിക്കാനല്ല ജപിക്കേണ്ടത്, ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല നമ്മൾ ജപിക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജപിക്കുക, നമ്മളുടേതായ ഒരു ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ട്. ആ ജപം ആർക്കും ആരിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാനും സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ വേറെന്താ പറയുന്നത്, ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്, അതായത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ഉത്തമ പ്രകൃതിയായ ജീവസത്തകളെ കൂടാതെ പ്രവർത്തിക്കാനുള്ള ശക്തിയില്ല. ഈ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരില്ലാണ്ട്, അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ജീവസത്തകൾ, അത് മരങ്ങളാവട്ടെ അല്ലെങ്കിൽ മൃഗങ്ങളാവട്ടെ, ജീവനുള്ള ജീവസത്തകൾ ഇല്ലാതെ ഈ പ്രകൃതിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രകൃതി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം, ജീവാത്മാക്കൾ വേണം. അത് നമ്മൾ മനുഷ്യന്മാരും വേണം, മൃഗങ്ങളും വേണം, ചെടികളും വേണം, എല്ലാം വേണം. ഇല്ലാണ്ട് ഒരിക്കലും പ്രകൃതിക്ക് എന്താവാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ കഴിയില്ല. ശക്തികൾ എപ്പോഴും ശക്തിമാന്റെ അധീനതയിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിലും, നമ്മൾ ഉറങ്ങുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇതിന്റെ പിന്നിലൊരു ഡ്രൈവറുണ്ട്, ഒരു ശക്തിമാനുണ്ട്, ഒരു ഓണറുണ്ട്. ആ ഓണറാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ കൃഷ്ണന്റെ അധീനതയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അല്ലാതെ നമ്മുടെ ആരുടെയും അധീനതയിലല്ല ഇതൊന്നും നടക്കുന്നത്. നമ്മൾ അത് പറഞ്ഞ് അഹങ്കരിക്കേണ്ട കാര്യവും ഇല്ല. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും എന്ന് തോന്നുന്ന വ്യക്തി നാളെ രാവിലെ ഉറങ്ങി എഴുന്നേക്കണം എന്ന് ഉറപ്പ് വിചാരിക്കേണ്ട. ആ വ്യക്തി ഉറങ്ങി എഴുന്നേക്കണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം. മനസ്സിലാവുന്നോ? തന്മൂലം ജീവാത്മാക്കൾ ഭഗവാന്റെ നിയന്ത്രണത്തിന് അധീനരാണ്. നമ്മൾ ജീവനുള്ള ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ഏകകോശ ജീവി മുതൽ കരയിലെയും കടലിലെയും ഏറ്റവും വലിയ ജീവാത്മാക്കൾ വരേക്കും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ജീവിക്കുന്നത്. ആരും ആരുടെയും നിയന്ത്രണത്തിലല്ല ജീവിക്കുന്നത്. അവർക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. മനസ്സിലായോ? ഇപ്പോ ഞാൻ ഈ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം ഇവിടെ വെച്ച് നിലയ്ക്കണം എന്ന് ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല. എനിക്ക് വേണേ മിണ്ടാണ്ടിരിക്കാം, പെർമനന്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല. ഭഗവാൻ വിചാരിക്കുകയാണ് മതി ഇവള് പറഞ്ഞത്. പിന്നെ അത് ഞാൻ വിചാരിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പൊ ഭഗവാന്റെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ശ്രീല പ്രഭുപാജിയുടെ കാരുണ്യം കൊണ്ട്, പ്രഭുപാജിയുടെ വാക്കുകളിലൂടെ നമ്മൾ പറയുന്നു. ഭഗവാൻ വിചാരിക്കണം മതി, ഇവക്കിനി ഈ ബുദ്ധി വേണ്ട, തീർന്നു, അവിടെ കഴിഞ്ഞു. ഈ ലോകത്ത് പിന്നെ ആര് വിചാരിച്ചാലും അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഇതൊക്കെ പോകുന്നത്. ഭഗവാനാണ് ഓരോ വ്യക്തികളെയും എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യിക്കുന്നത്, കൂട്ടിമുട്ടിക്കുന്നത്. ഭഗവാനാണ് വേർപെടുത്തുന്നത്. കാരണങ്ങൾ ഉണ്ടാവാം, ഇല്ലാന്നല്ല, കാരണങ്ങൾ പലതുണ്ടാവാം. പക്ഷെ ആ കാരണങ്ങൾക്കും കാരണമായവനാണ് ആര്, ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹം വിചാരിക്കാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല സന്തോഷമായിരിക്കുന്നു, ഇനി ആ ബന്ധം വേണ്ട. അതിനൊരു കാരണം അവിടെ സൃഷ്ടിക്കപ്പെടും, ആ വ്യക്തികൾ തമ്മിൽ അകലും. അത്രേ ഉള്ളൂ. എല്ലാത്തിനും റീസൺ ആരാണ്, ഭഗവാന്റെ തീരുമാനമാണ്. നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ആ കാരണങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ തീരുമാനം ഭഗവാന്റെയാണ്. ഭഗവാൻ എന്ത് തീരുമാനിക്കുന്നുവോ അതേ നടക്കും. ഭഗവാന്റെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും നടക്കില്ല, ഒരു കാര്യവും നടക്കില്ല. നമ്മൾ അതിന്റെ മേളിൽ പോയിട്ട് തലയിട്ട് പുകച്ചിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക, അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം കാര്യങ്ങൾ. നമ്മൾ തീരുമാനമെടുക്കാൻ പോയി കഴിഞ്ഞാൽ എവിടെയും ഒന്നും സാധ്യമാവില്ല. മൂഢന്മാർ ചിന്തിക്കുന്നത് പോലെ ജീവാത്മാക്കളും ഭഗവാനും ഒരിക്കലും ശക്തിയിൽ തുല്യരല്ല. വിഡ്ഢികളായ ആൾക്കാർ എന്താ ചിന്തിക്കുക, എന്നെ കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കും, ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ തീർത്തു കൊടുക്കാം, ഞാൻ ചെയ്തു കൊടുക്കാം. അതിന് പല 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 എന്താ പറയാ കുരുട്ട് വഴികളെല്ലാം അവർ തേടി കണ്ടുപിടിക്കും. ആ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരൊരു വിജയം സ്വപ്നം കാണും. പക്ഷെ അവിടെ ഭഗവാൻ എന്നൊരു വ്യക്തിയുടെ തീരുമാനമുണ്ട്. ആ ഭഗവാൻ എന്താ തീരുമാനിക്കുക, അവര് ചെയ്യട്ടെ, ബാക്കി എനിക്കറിയാം എന്ത് വേണം എന്നുള്ളത്. അവിടെ തീർന്നു നമ്മുടെ തീരുമാനങ്ങളുടെ ശക്തി. ഭഗവാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ നടക്കൂ, നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല. ഞാൻ വിചാരിക്കുകയാണ് ഇപ്പൊ രേണു മഹേന്ദ്രനെ തോൽപ്പിക്കണം, നടക്കുമോ? ഒരിക്കലും ഇല്ല.
രേണു എത്ര ജപിച്ചോ, എത്ര വായിച്ചോ, എത്ര സേവനം ചെയ്തോ, ആ കണക്ക് ഭഗവാന്റെ കയ്യിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ രേണു മഹേന്ദ്രനെ വിജയിപ്പിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാനോ ആ തീരുമാനത്തെ ഇല്ലായ്മ ചെയ്യാനോ ഈ ഭൂമിയിൽ ഒരാൾക്കും സാധിക്കില്ല. ഒരാളെ കൊണ്ടും സാധിക്കില്ല. അത് ഭഗവാൻ കൃഷ്ണൻ വിചാരിക്കണം, ഒരു കാര്യം ഇല്ലാതാവാനും ഒരു കാര്യം ഉണ്ടാവാനും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ ഭഗവാനോളം തുല്യരാണ് നമ്മൾ എന്ന് ചിന്തിക്കുന്ന മൂഢന്മാര് എപ്പോഴും വിഡ്ഢികൾ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേ പോയി ഇരിക്കത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് ഒരുപക്ഷെ ഒരു നഷ്ടം ഉണ്ടാക്കുമ്പോ ഭഗവാൻ വിചാരിക്കുകയാണ് 10 തിരിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ ഭഗവാൻ തിരിച്ചു തന്നെ കൊടുക്കും. യാതൊരു സംശയമില്ല, ഭഗവാൻ തിരിച്ചു തന്നെ കൊടുക്കും. ആ 10 ഭഗവാൻ തിരിച്ചു കൊടുക്കും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ജപം ശക്തമാക്കുക, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. വേറെ ഒന്നും ചിന്തിക്കേണ്ട. പിന്നെന്താ പറയുന്നത്? ജീവാത്മാക്കളും കൃഷ്ണനുമായുള്ള വ്യത്യാസം ശ്രീമദ് ഭാഗവതത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജീവാത്മാക്കൾ എന്താണ്, ഭഗവാൻ കൃഷ്ണൻ എന്താണ്, ഇത് ശ്രീമദ് ഭാഗവതത്തിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എന്താ കാണിക്കുന്നത്? അപരിമിതാ ധ്രുവാസ്തന്നുഭൃതോ യതി സർവഗതാ നസ്തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവ നേധരഥ അജനീജ യന്മയം തത വിമുച്യത്യ നിയന്ത്രുഭവേത് സമ മനുജാനാഥാം യഥമതം മത തുഷ്ടയഥ. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാതാജി എടുക്കാതാവുമ്പോ ചിന്തിച്ചൂടെ ക്ലാസ്സിലായിരിക്കുമെന്ന്? ലൈവ് എടുത്ത് നോക്കൂ. അതേ ക്ലാസ്സിലാണ് മാതാജി, ലൈവ് എടുത്തോണ്ടിരിക്കുകയാണ്. വിളിക്കാം. മാതാജി എന്താ ക്ലാസ്സിൽ കയറാത്തെ? ആണോ? ശരി ശരി, ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി. ക്ലാസ് കാണണേ പിന്നീട്? ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. പാവം വീട്ടു ജോലിയും കഴിഞ്ഞ് വരിക. കണ്ടിന്യൂസ് വിളിച്ചപ്പോൾ എടുക്കാതിരിക്കട്ടെ, ക്ലാസ് എടുക്കൊണ്ടെന്നാണ് എന്ന് പറഞ്ഞൂടെ എന്ന് വെച്ചപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരാം മാതാജി. പാവം വല്ല 5 മണിക്കോ 4 മണിക്കോ എണീറ്റിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി വല്ലവന്റെ വീട്ടിന് അടുക്കളയിൽ പണിയെടുക്കാൻ പോയതായിരിക്കും. ഭഗവാൻ അവർക്കും ശാന്തിയും സമാധാനവും കൊടുക്കട്ടെ, അതിന്റെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റി കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ. അപ്പം അല്ലയോ ശാശ്വതനായിരിക്കുന്ന ഭഗവാനെ, ശരീരസ്ഥരായിരിക്കുന്ന ജീവാത്മാക്കൾ അങ്ങയെപ്പോലെ സനാതനരും സർവവ്യാപികളുമാണെങ്കിൽ അവർ അങ്ങയുടെ നിയന്ത്രണത്തിലാകാൻ വഴിയില്ലല്ലോ. കറക്റ്റ് ചോദ്യമാണ് അല്ലെ? എന്താ പറഞ്ഞത്? അല്ലയോ ശാശ്വതനായിരിക്കുന്ന ഭഗവാനെ എന്നാ പറയുന്നത്. ഭഗവാൻ ശാശ്വതനാണ്, പക്ഷെ നമ്മളാരും എന്തല്ല, ശാശ്വതമല്ല. നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് പോണ്ടവരാ. പക്ഷെ ഭഗവാൻ ശാശ്വതനായിരിക്കുന്ന ആളാണ്. അപ്പം അല്ലയോ ശാശ്വതനായിരിക്കുന്ന ഭഗവാനെ, എന്നെന്നും നിലനിൽക്കുന്ന ഭഗവാനെ, ശരീരസ്ഥരായിരിക്കുന്ന ജീവാത്മാക്കൾ, നമ്മുടെ ശരീരം, നമ്മളൊക്കെ ശരീരസ്ഥരായിരിക്കുന്ന ജീവാത്മാക്കളാണ്. ശരീരമുള്ളത് കൊണ്ട് മാത്രം ജീവിക്കുന്ന വിഡ്ഢികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശരീരമില്ലേ നമുക്ക് ജീവിക്കാനും പറ്റൂല. അപ്പം ശരീരസ്ഥരായിരിക്കുന്ന ജീവാത്മാക്കൾ അങ്ങയെ പോലെ, ഭഗവാനെ പോലെ സനാതനരും സർവവ്യാപികളുമാണെങ്കിൽ നമുക്കിപ്പോ ഇവിടെ ഇരിക്കാനേ പറ്റൂ. നമുക്ക് അടുത്ത സെക്കൻഡിൽ വേറൊരു അടുത്തിരിക്കണം, ഒരു 10-20 കിലോമീറ്റർ ദൂരെ ഇരിക്കണം നോക്കാൻ നമുക്ക് സാധിക്കില്ല. മനസ്സുകൊണ്ട് പറ്റുമായിരിക്കും, ശരീരം കൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോ അങ്ങനെ സർവ്വവ്യാപിയായിരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവർ അങ്ങയുടെ നിയന്ത്രണത്തിലാകാൻ വഴിയില്ലല്ലോ. ശരിയല്ലേ? നമുക്കും ഭഗവാനെ പോലെ എല്ലാ സമയത്തും എല്ലായിടത്തും സർവ്വവ്യാപിയായിട്ട് ജീവിക്കാൻ സാധിക്കും, പോകാൻ സാധിക്കും. നമുക്കൊരു 50 കിലോമീറ്റർ ദൂരെയുള്ളത് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ പിന്നെ നമ്മളും ഭഗവാനും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ചില വ്യക്തികൾ സ്വയം ദൈവമാണെന്ന് നടിക്കുന്നുണ്ട് അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിനുള്ള എന്ത് കഴിവാ അവർക്കുള്ളത്? എന്ത് കഴിവുണ്ട് ദൈവത്തിനുള്ള? എന്താണ് അവരെ കൊണ്ട് സാധിക്കുന്നത്? ഒരാളുടെ മരണം തടയാൻ ഈ ദൈവങ്ങൾക്ക് സാധിക്കുമോ? അതായത് മനുഷ്യ ദൈവങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. പ്രാർത്ഥിക്കാൻ സാധിക്കും നമുക്ക്, തീരുമാനം ഭഗവാന്റെയാണ്. ഒരിക്കലും നമുക്ക് എന്തിനു സാധിക്കില്ല? ഒരാളുടെ മരണം തടയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മരിച്ചുപോയൊരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? അതും സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് അവര് ദൈവമാണെന്ന് പറയുന്നത്? ബാക്കി ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ വിടൂ, പിന്നെ എങ്ങനെയാണ് ദൈവമാണെന്ന് പറയുന്നത്? ഒരിക്കലും ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നല്ല, രണ്ടും രണ്ടാണ്. ജീവാത്മാക്കൾ വേറെ, ദൈവം വേറെ. ഈശ്വരൻ എന്താണ്? സാരല്ലേ ജാനകിയമ്മ, ഈശ്വരൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈശ്വരന് അധീനനായിട്ട് ജീവിക്കാൻ പഠിക്കണം.
സർവ്വ കാര്യങ്ങളും നമ്മൾ ഈശ്വരന്റെ തൃപാദത്തിങ്കൽ വെക്കണം. നമ്മളായിട്ട് ഒന്നിനും ഇറങ്ങി തിരിക്കണ്ട. ഈശ്വരനായിട്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്തോളും. അതിന് നമ്മൾ സമയം മാത്രം കൊടുത്താൽ മതി. നമ്മൾ വെപ്രാളപ്പെടണ്ട. എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിലും അത് ഈശ്വരൻ അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത്. ആ ഈശ്വരൻ അതിനുള്ള ഒരു യഥാവിധി ഉത്തരവും കണ്ടെത്തിയിട്ടുണ്ടാവും. ഉത്തരമില്ലാത്ത ഒരു ചോദ്യവും ഈ ലോകത്തില്ല. ക്ലിയർ? എന്നാൽ ജീവാത്മാക്കളെ അങ്ങയുടെ സൂക്ഷ്മ ശക്തികളായി അംഗീകരിച്ചാൽ അവർ ഉടൻ തന്നെ അങ്ങേക്ക് അധീനരാകുന്നു. നമ്മളായിരിക്കുന്ന ജീവാത്മാക്കളല്ല എന്താണ്? ഭഗവാന്റെ സൂക്ഷ്മ ശക്തികളാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള കുഞ്ഞു 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 ശക്തികളാണ് നമ്മളാവുന്ന ജീവാത്മാക്കളെല്ലാം. അങ്ങനെ അനേകായിരം ശക്തികൾ ഭഗവാന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കടലില് ഉപ്പ് എങ്ങനെയാണോ ലയിച്ചു ചേർന്നിരിക്കുന്നത്, അതേപോലെയാണ് നമ്മളും ഭഗവാനിൽ ലയിച്ചു ചേർന്നിരിക്കുന്നത്. അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളല്ല, ഭഗവാൻ ഭഗവാനാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കി ചിന്തിച്ച് പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ജീവിതത്തിൽ തോൽവി സംഭവിക്കും. ഓക്കെ? ഒരിക്കലും നമ്മൾ എന്താണെന്ന് ചിന്തിക്കരുത്. നമ്മളെന്തോ വലിയ സംഭവമാണ്, നമ്മളെ കൊണ്ടെല്ലാം നടക്കും എന്ന ചിന്ത വേണ്ട. നമ്മളെ കൊണ്ട് ഒരു ചുക്കും നടക്കില്ല. നമ്മളൊക്കെ വെറും വിഡ്ഢികളാണെന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ടേക്കുള്ള ജീവിതയാത്ര വളരെ ഈസി ആയിരിക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ബോധം നമുക്ക് വേണം. മനസ്സിലായോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ് ചെയ്യേണ്ടത്? എന്നാൽ ജീവാത്മാക്കളെ അങ്ങയുടെ സൂക്ഷ്മ ശക്തികളായിട്ട് നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. അതാണ് വേണ്ടത്. അപ്പോ നമ്മൾ എന്തായി? നമ്മള് ഭഗവാന് അധീനരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് യഥാർത്ഥ മോക്ഷം അങ്ങയുടെ അധീനതയ്ക്ക് വഴങ്ങുക എന്നതാണ്. ഭഗവാന്റെ അധീനതയ്ക്ക് വഴങ്ങണം നമ്മൾ. ഭഗവാൻ എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന് നമ്മൾ വഴങ്ങി ജീവിക്കാൻ പഠിക്കണം. അത് അവരെ സന്തുഷ്ടരാക്കും. നമ്മളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സന്തോഷം കിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷം കിട്ടില്ല. നമ്മളിങ്ങനെ ഏങ്ങലടിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ അത്, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടൊരു സമയം ഉണ്ടാവില്ല. വന്നിരിക്കുന്ന പ്രശ്നങ്ങളും സന്തോഷങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ഭഗവാന് സമർപ്പിക്കും. അദ്ദേഹം അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തി തരും എന്ന് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് വേദനിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം അത് സോൾവ് ചെയ്തു തരും. മനസ്സിലായില്ലേ? ആ മൂലസ്വരൂപം അറിഞ്ഞ് മാത്രമേ അവർക്ക് നിയന്താക്കളാവാൻ കഴിയൂ. ഭഗവാൻ എന്താണെന്നും ഭഗവാന്റെ അടിസ്ഥാനം എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ എളുപ്പമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയും. ദൈവവും ജീവാത്മാക്കളും എല്ലാ പ്രകാരത്തിലും തുല്യരാണെന്ന മലിനവും തെറ്റായതുമായിരിക്കുന്ന അഭിപ്രായത്തിന് വിധേയരായതുകൊണ്ടാണ് പരിമിത ജ്ഞാനമുള്ള അദ്വൈതികൾ ഇങ്ങനെ വാദിക്കുന്നത്. ദൈവവും മനുഷ്യരൊക്കെ തുല്യരാണെന്നാണ് ചില ആൾക്കാരുടെ വിചാരം. ഒരിക്കലുമല്ല. ദൈവവും മനുഷ്യരുമാണ്. ദൈവത്തിനുള്ള എല്ലാ ശക്തിയും മനുഷ്യനുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവവും മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ദൈവത്തില് നമ്മൾ എന്ത് ചെയ്ത് സമർപ്പണം ചെയ്ത് ജീവിക്കണം. ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് നിയന്താവ്. ഭഗവാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അല്ലാതെ മനുഷ്യനല്ല ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതും എല്ലാം നിയന്ത്രിക്കുന്നതും മനുഷ്യനല്ല, ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്. ജീവസത്തകൾ അവിടേക്ക് അധീനരും. മനസ്സിലായില്ലേ? ജീവസത്തകള് അധീനരാണ്. നമ്മൾ ഭഗവാന് അധീനതരായി ജീവിക്കണം. ഭഗവാന്റെ തീരുമാനത്തിനനുസരിച്ച് ജീവിതത്തിൽ എന്ത് സുഖ ദുഃഖങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അതിനടിമപ്പെട്ടുകൊണ്ട് അത് മനസ്സാൽ സ്വീകരിച്ചുകൊണ്ട്, അത് ദുഃഖമാവാം, പ്രയാസമാവാം, സന്തോഷമാവാം, നേട്ടമാവാം, അങ്ങനെ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ആ സംഭവത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ? ഗുണം കൊണ്ട് ഭഗവാന്റേതിനോട് തുല്യരായിരിക്കുന്നതിനാൽ അവർ കൃഷ്ണന്റെ ഉത്കൃഷ്ട ശക്തിയാകുന്നു. ഭഗവാനിലുള്ള ഗുണങ്ങളുടെ ഒരംശം നമ്മളിൽ ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. ആ ചൈതന്യവും നമ്മളിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു വിനീഗറും ഒരു ഉപ്പും ചേർത്ത് വെച്ചതിൽ കുറച്ച് എന്തെങ്കിലും നെല്ലിക്കയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ മിശ്രിതത്തിന്റെ ഒരു ഗുണം ആ ഒരു ഫ്രൂട്ടിന് ഉണ്ടാവും, ഇല്ലേ? ഒരു ഉപ്പ് ഭരണിയിൽ കുറച്ച് വിനീഗറും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇട്ടിട്ട് കുറച്ച് നെല്ലിക്ക അതിൽ കൊണ്ടിട്ടാൽ ആ ഇട്ടിരിക്കുന്ന മിശ്രിതത്തിന്റെ ഒരു ഗുണം ആ ഉപ്പിലുണ്ടാവും. അതുപോലെയാണ് മനുഷ്യനും ഭഗവാനും തമ്മിലുള്ള ഒരു കണക്ഷൻ. മനുഷ്യൻ ഭഗവാനിൽ നിന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിലുള്ള ഗുണങ്ങളുടെ ഒരു അംശം ഗുണം നമ്മളിൽ ഉണ്ടാവും.
ആ ഗുണത്തെ നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ചൈതന്യം ലഭിക്കും. ആ ഗുണത്തെ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അതിനാണ് നമ്മളോട് ജപിക്കാൻ പറയുന്നത് നമ്മുടെ ഗുരുക്കന്മാര്. മനസ്സിലായില്ലേ? അത് ജപിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈശ്വരന്റെ എന്താ പറയാ ഗുണങ്ങളെല്ലാം തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരില്ലെങ്കിലും ആ ഒരു ചൈതന്യത്തിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടും. ആ ചൈതന്യമായിരിക്കും നമുക്ക് എന്നും മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് തുണയായിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സമ്പാദിച്ചു വെച്ച പണോ നമ്മളുടെ പേരോ ജോലിയോ പ്രശസ്തിയോ ഒന്നുമല്ല നമുക്ക് തുണയാവാൻ പോകുന്നത്. നമ്മൾ നേടിയെടുത്ത് വെച്ച ബന്ധങ്ങളോ ഒന്നുമല്ല. ഭഗവാന്റെ ചൈതന്യം മാത്രമായിരിക്കും നമുക്ക് തുണയാവാൻ സാധിക്കുന്നത്. പിന്നെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് നിയന്താവ്. ജീവസത്തകൾ അവിടത്തേക്ക് അധീനരാണ്, ഭഗവാന് അധീനരാണ്. ഗുണം കൊണ്ട് ഭഗവാന്റേതിന് തുല്യതായതിനാൽ അവർ ഭഗവാന്റെ ഉത്കൃഷ്ട ശക്തികളാകുന്നു. എന്നാൽ ശക്തിയുടെ തോതുകൊണ്ട് ഒരിക്കലും തുല്യരാകുന്നില്ല. ഭഗവാന്റെ ഗുണങ്ങളുടെ ഒരംശം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ശക്തിയുടെ തോത് നോക്കുമ്പം ഒരിക്കലും എന്താണ് ഭഗവാന്റെ ആ ഒരു ശക്തിയുടെ ഒരംശം അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഗുണത്തിന്റെ ഒരംശം നമ്മളിൽ വരുന്നത് കൊണ്ട് നമ്മളും ഭഗവാനും തുല്യരാണെന്ന് പറയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. സ്ഥൂലവും സൂക്ഷ്മവുമായ തരം താഴ്ന്ന ഭഗവത് ശക്തിയെ ജഡപദാർത്ഥം ഉത്കൃഷ്ട ശക്തി ജീവസത്ത ചൂഷണം ചെയ്യവേ തന്റെ യഥാർത്ഥ ആധ്യാത്മിക മനോബുദ്ധികൾ മറന്നുപോകും. എന്താണ്? സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന തരം താഴ്ന്ന ഭഗവത് ശക്തിയെ നമ്മുടെ സ്ഥൂല ശരീരത്തിലും നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്, സൂക്ഷ്മ ശരീരത്തിലും നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം നടക്കും എന്ന് നമ്മൾ അഹങ്കാരത്തോടെ പറയും. ഞാൻ അന്നേ ചിന്തിച്ചത് ഇങ്ങനെ വരുമെന്ന്. നമ്മുടെ ഒരു മുൻവിധി, തരം താഴ്ന്ന മുൻവിധി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും, എൻ്റെ അടുത്ത് നടക്കില്ല, ഞാൻ എന്തും കാണിക്കും. ഇത് നമ്മുടെ സ്ഥൂല ശരീരത്തിന്റെ അഹങ്കാരം, ഞാനെന്ന ഭാവം. ഇതെല്ലാം എന്താണ്? നമ്മുടെ ആധ്യാത്മിക മനോബുദ്ധികൾ നമ്മൾ മറന്നു പോവാണ്. നമുക്കൊരു ആധ്യാത്മിക മനോഭാവം ഉണ്ട് ഇല്ലേ? നമുക്ക് ജപിക്കണം, വായിക്കണം, ഭഗവാനിലേക്ക് നമുക്ക് എത്തണം. നമ്മുടെ ജീവിതയാത്രയിൽ ആധ്യാത്മികമായിട്ട് ഒരുപാട് ഉയരണം. ആ ഉയർച്ച നമുക്ക് പലരുടെ കണ്ണിലും പല രീതിയിലായിരിക്കും. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ലല്ലോ നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയരാൻ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഉയരാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? നമ്മളുടെ സന്തോഷത്തിനാണ്. ആ സന്തോഷം ഇപ്പോ എനിക്കൊരു ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തി ഞാൻ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കൊരു ഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തി നിങ്ങൾ എന്നെയും കാണിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ സെൽഫായിട്ടുള്ള എന്താണ്? നമ്മുടേതായ ഒരു സന്തോഷം, നമ്മുടേതായ നേട്ടമാണ്. അപ്പൊ ആ നേട്ടത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? എനിക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ ജപിക്കും. അത് ഒരാളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജപിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ചിലപ്പോൾ ഞാൻ ആരെങ്കിലും വരുമ്പോൾ ഇരുന്ന് ജപിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, വിളക്ക് വെച്ചില്ല എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് ഭക്തിയില്ല എന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നല്ല. എന്റെ മാനസികമായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെയാണ്, അനുകൂലമാണെങ്കിൽ മാത്രമേ നമ്മൾ അതിലിരിക്കാൻ പാടൂ. അല്ലാണ്ട് വെറുതെ വായ കൊണ്ട് കാണിക്കുന്ന പോലെ ഇങ്ങനെ അയ്യോ ഇന്ന് ജപിച്ചില്ലെങ്കിൽ പ്രശ്നം നിക്ക് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ ജപമാല എടുത്ത് ജപിക്കേണ്ട കാര്യം എന്താ? കാരണം ജപം വായ കൊണ്ടാവരുത്. ജപം ആധ്യാത്മികമായി ഉയരാനുള്ള ഒരു പ്രചോദനമായിരിക്കുന്ന ശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയം കൊണ്ട് വേണം നമ്മൾ ജപിക്കാൻ. മനസ്സിലായില്ലേ? ഹൃദയം കൊണ്ട് ജപിക്കാൻ സാധിച്ചാൽ മാത്രമേ അതിനൊരു ആൻസർ ഉള്ളൂ. വായ കൊണ്ട് ജപിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല. അപ്പോ നമ്മൾ വായ കൊണ്ട് മാത്രമുള്ള ജപമാണ്, കാട്ടിക്കൂട്ടലുകളാണെങ്കിൽ പിന്നെ നമ്മൾ ആധ്യാത്മികമായിരിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവുകയാണ്. ജീവസത്തകളിലുള്ള ഭൗതിക പദാർത്ഥങ്ങളുടെ സ്വാധീനമാണ് മറവിയുടെ കാരണം. അതായത് ഈ ലോകത്തിനോട് നമുക്ക് ഭയങ്കര ആസക്തികളുണ്ട്. ഈ ലോകത്തുള്ള പല 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 കാര്യങ്ങളോടുള്ള ആസക്തികള്, ആഗ്രഹങ്ങള്, വിരക്തി വന്നിട്ടില്ല നമുക്ക്. ഈ ലോകത്ത് നിന്ന് ഒന്നിനോടും വിരക്തി വന്നിട്ടില്ല. ഇനിയും നേടണം, ഇനിയും നേടണം, ഇനിയും നേടണം എന്നുള്ള ഒരു ആസക്തി ഉണ്ട് നമുക്ക്. ഈ ആസക്തിയാണ് എന്ത്? നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറക്കാനുള്ള ഒരു റീസണായി മാറുന്നത്. ആധ്യാത്മികമായിട്ട് നമ്മൾ പലതും മറന്നു പോവാണ് ഇല്ലേ? പല കാര്യങ്ങളും മറന്നു പോവാണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ. പക്ഷെ ഈ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാ? ആധ്യാത്മികതയിൽ ഉയരാത്തത് കൊണ്ടാണ്. ആധ്യാത്മികതയിൽ ഉയർന്നു നോക്കൂ, പ്രശ്നങ്ങൾ ഭഗവാൻ തീർത്തു തരും, ഒരു സംശയവും ഇല്ല. ഈ മായാശക്തിയുടെ പ്രഭാവത്തിൽ നിന്ന് മോചനം നേടിയാൽ ജീവന് മോക്ഷം പ്രാപിക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ പറയേണ്ടത്? നമ്മൾ നമ്മുടെ ആധ്യാത്മികമായിരിക്കുന്ന ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മായാശക്തിയുടെ പ്രഭാവത്തിൽ നിന്ന് നമ്മൾ മോചനം നേടണം. ചില ആളുകളെ കാണുമ്പം അവര് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു, ജപിക്കുന്നു, വായിക്കുന്നു, ചിട്ടയായ ഒരു ജീവിതം നയിക്കുന്നു. ഒരിക്കലും ഒരു വ്യക്തിക്ക് എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ കഴിയില്ല, അത് ഉറപ്പാണ്.
ഒരു സംശയവും ഇല്ല. ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോൾ എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, എൻ്റെ ദിനചര്യകളെല്ലാം തെറ്റിപ്പോവും. ഞാനായിരിക്കുമ്പോഴേ എനിക്ക് എൻ്റെ ദിനചര്യകൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെ? ഒന്നിൽ കൂടുതൽ 1-2 പേര് അധികം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദിനചര്യകൾ മാറി, നമ്മുടെ ഡെയിലി റൊട്ടീൻസ് മാറി. കാരണം നമ്മൾ അവർക്ക് വേണ്ടിയും ടൈം സ്പെൻഡ് ചെയ്യും, നമ്മൾ നമുക്ക് വേണ്ടിയും ടൈം സ്പെൻഡ് ചെയ്യും. നമുക്ക് അവരെയും നോക്കാതിരിക്കാൻ പറ്റില്ല, നമ്മളെയും നോക്കാതിരിക്കാൻ പറ്റില്ല. ഒരു അസുഖം വന്നാൽ നമ്മുടെ ദിനചര്യകൾ തെറ്റി, ഇല്ലേ? ഒരു യാത്ര പോകേണ്ടി വന്നാൽ നമ്മുടെ ദിനചര്യകൾ തെറ്റി. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്ന് വാശി പിടിക്കാനും പാടില്ല. നമ്മൾ ഒരാളെ മുന്നിൽ കാണിക്കാനുള്ള പ്രഹസനവും ആവരുത് നമ്മുടെ ഭക്തി. നമ്മളായിരിക്കുക. ഞാനെപ്പോഴും അങ്ങനെയാണ്. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊന്ന് ജപിക്കണം, എനിക്കൊന്ന് വായിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാല് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയൂ? എൻ്റെ മനസ്സ് ഏകാഗ്രമാണെങ്കിൽ ഞാൻ മെസ്സേജ് നോക്കാനിരിക്കും. ഇതൊക്കെ ഒന്ന് നോക്കി തീർക്കണല്ലോ എന്ന ഭാവത്തിൽ ഞാൻ നോക്കാനിരിക്കില്ല. അതുകൊണ്ടാണ് മെസ്സേജ് കുന്നുകൂടുന്നത്. ആ മെസ്സേജ് കേൾക്കുന്നത് ഞാൻ നല്ല സമാധാനത്തോടെ കേൾക്കണം. എൻ്റെ മനസ്സിന് ആ പറയുന്ന കാര്യങ്ങൾ, അവർ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ മാനസികാവസ്ഥയിലായിരിക്കണം ഞാൻ. അയ്യോ അവിടെ വർക്കിന് പോകണം, ഇവിടെ വർക്കിന് പോകണം, അത് തീർക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് വേഗം നോക്കി, ഈ വക സ്വഭാവം എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എൻ്റെ മൈൻഡ് റിലാക്സ്ഡ് ആണോ, ഞാൻ മെസ്സേജ് നോക്കാനിരിക്കും, കണക്ക് നോക്കാനിരിക്കും, എഴുതാനിരിക്കും, വായിക്കാനിരിക്കും, ജപിക്കാനിരിക്കും. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് അല്ലാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ആയിരിക്കണല്ലോ, ഇങ്ങനെ അയ്യോ എല്ലാരും വരുന്നുണ്ട്, അപ്പൊ എന്റെ ഭക്തി കാണിക്കാം ഞാൻ, അതുകൊണ്ട് ഇത്രയും ചെയ്യും. ഒരു കാര്യമില്ല, ഒരു ആവശ്യമില്ല. എന്തിനാ അത്? അപ്പൊ വരുന്നവരെന്താ പറയാ? ജപവും ഇല്ല, വായനയില്ല, പ്രാർത്ഥനയില്ല, ചുമ്മാ കാട്ടിക്കൂട്ടല്. ഞാൻ ആരെയും കാണിക്കാനല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ആത്മീയ ഉന്നതിക്കല്ലേ ചെയ്യുന്നത്. എൻ്റെ ആത്മീയ ഉന്നതിക്ക് ചെയ്യുമ്പം എനിക്ക് എൻ്റെ മനസ്സ് ഏകാഗ്രമായിരിക്കണം, എനിക്ക് സന്തോഷം കിട്ടണം, അതിനെ പറ്റിയ ഒരു അന്തരീക്ഷമായിരിക്കണം എനിക്ക്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോടൊരു ചോദ്യം, കുറച്ച് ഇതാണെങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ. ആ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പോ നമ്മളെ മനുഷ്യന്മാരെല്ലാവരും ടോയ്ലറ്റിൽ പോകാറുണ്ട്, അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് എവിടെയാണ്? നമുക്കൊന്ന് വാഷ്റൂമിൽ പോകണം. നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് എവിടെയായിരിക്കും? നമ്മുടെ വീട്ടിൽ, അല്ലെ? നമ്മുടെ വീട്ടിലെ റെസ്റ്റ് റൂമിൽ പോകുമ്പോൾ നമുക്കൊരു കംഫർട്ടാണ്. ആശ്വാസം എന്നൊരു ഫീല് നമുക്ക് വരും. ഇതേ നമ്മള് മറ്റെവിടെങ്കിലും ആണെങ്കിലോ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു നാണക്കേടുണ്ട്. നമുക്ക് എങ്ങനെ എന്താ ചെയ്യുക, ഒരു പോണത് ആ ഒരു 2 ഫീലിങ്സ് ആലോചിച്ച് നോക്കും. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ആധ്യാത്മിക കാര്യങ്ങളും. നമ്മൾ റിലാക്സ്ഡ് ആണ്, നമ്മൾ സെക്യൂർ ആണ്, നമ്മുടെ മൈൻഡും കോൺസെൻട്രേറ്റഡ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വായിക്കാം, ജപിക്കാം, പ്രാർത്ഥിക്കാം, ദിനചര്യകൾ കൃത്യമായി ചെയ്യാം, പൂജ ചെയ്യാം. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ കാണിക്കുന്നതല്ല ഒരു കാട്ടിക്കൂട്ടലുകളാണ്. എന്തിനാ കാട്ടിക്കൂട്ടൽ കാണിക്കാൻ? നിങ്ങൾ ആ നേരം കൊണ്ട് കിടന്നുറങ്ങിക്കോ. ഞാൻ അങ്ങനെ ചെയ്യാം. ആ നേരം കൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക, റിലാക്സ് ആവും. കുറച്ച് നിങ്ങളുടെ തലച്ചോറിനെങ്കിലും ഒരു സമാധാനം കിട്ടും, അല്ലെ? മറ്റെവിടെങ്കിലും പോയി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരുമോ? ഉറക്കം വരൂല. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡ്റൂമിലെത്തി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ആ നൈറ്റിയൊക്കെ ഒന്ന് എടുത്ത് ഇട്ടാൽ എന്താ ഒരു സുഖം കിടന്നുറങ്ങാൻ. ഇതേ നമ്മൾ വേറൊരാളെ വീട്ടിൽ പോയാൽ ഒരു ഇറങ്ങിപ്പിടിച്ച് ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഭക്തിയും. ഭക്തി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിരിക്കുമ്പം നമ്മൾ ജപിക്കുക, വായിക്കുക. ഒരുപാട് ദുഃഖം വരുമ്പം അതിനൊരു സാഹചര്യം കണ്ടെത്തിക്കൊണ്ട് ഈശ്വരനുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടുക. നമ്മളിലുള്ളതെല്ലാം തുറന്നു പറയാനുള്ളൊരു വേദി ഒരുക്കുക. അല്ലാതെ 6:30 മണിയായി, ഇന്ന് ഞാൻ 6:30 മണിക്ക് എല്ലാ ദിവസവും അമ്പലത്തിൽ എത്തണത്, എനിക്ക് എത്താൻ പറ്റില്ല. എന്തിന്? ആ ഒരു ടൈം ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്തെന്ന് ഓർത്തിട്ട് എന്താ നേട്ടം? ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ടൈമിന് ചെയ്തു തീർക്കണമല്ലോ എന്ന മനോഭാവത്തിലാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചെയ്തു തീർക്കാനുള്ള ഒരുക്കത്തിലാണോ ഇരിക്കുന്നത്? ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളുടെ മനസ്സുണ്ടോ എന്ന് ആലോചിക്കണം. ശരീരം കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല, മനസ്സുണ്ടോ എന്ന് ആലോചിക്കണം. മനസ്സ് വേണം ചെയ്യുന്ന കാര്യത്തില്. പ്രാർത്ഥന എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം ഹരേ രാം 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്ത് കാര്യം? ഒരു നേട്ടവും ഇല്ല. ചെയ്യാൻ ഞാൻ ഓക്കെയാണ്, എൻ്റെ മനസ്സും ഓക്കെയാണ്. എൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നു.
ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും, എനിക്കൊന്ന് റിലീഫ് ആവണം. ഇത് ഒരു ഭാഗം. ഞാൻ ഓക്കെയാണ്, കുളിച്ച് വന്നു, ഞാൻ പീസ്ഫുള്ളാണ്, എനിക്ക് ജപിക്കണം. ഇത് ഒരു ഭാഗം. ഈ രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ, ഹരേ രാം 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 ഹരേ. നമ്മൾ ചൊല്ലുന്നത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. കണ്ണുകൾ അടയ്ക്കുമ്പോൾ കൃഷ്ണനെ കാണാൻ സാധിക്കും. മറ്റേതോ 6:30 മണിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാം 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 ഹരേ. എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ ഭക്തിയിൽ ഉയരണമെങ്കിൽ മനസ്സാണ് ആദ്യം വേണ്ടത്. മനസ്സിനെ നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന് സാഹചര്യങ്ങളും അതുപോലെ ആ ഒരു അവസ്ഥയും ഒക്കെ ആണെങ്കിൽ ജപിക്കൂ, വായിക്കൂ, പ്രാർത്ഥിക്കൂ. അതിനുള്ള ഉത്തരവും വളരെ എളുപ്പം കിട്ടും. ഓക്കെ? ഞാൻ ഭൗതിക ശരീരമാണ്, അല്ലെ? നമ്മൾ ഭൗതിക ശരീരമാണ്. പിന്നെയോ ഞാൻ ആർജിച്ച വിഭവങ്ങളെല്ലാം എന്റേതാണ് എന്ന തോന്നല്, മായാമോഹിതയായിരിക്കുന്ന മിഥ്യാഹങ്കാരം ഓർക്കുന്നു. ഞാൻ ശരീരമാണ്, ഈ പറയുന്ന വീട് അത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. മനസ്സിലായി? ഞാൻ ഉണ്ടാക്കിയെടുത്ത വീടാണ്. ഈ സ്ഥലം അത് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്, എന്റേതാണ്. ആ പറമ്പിൽ ആർക്കും കയറരുത്. എന്തിനാ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ? നാളെ രാവിലെ നമ്മൾ ഇവിടെ നിൽക്കാൻ ഉണ്ടാവുന്ന ഉറപ്പുണ്ടാവും. ഞാൻ പറയാണ്, ഇന്ന് രാത്രി 8:30 ക്ലാസ് എടുക്കണം. എനിക്ക് എപ്പോഴെങ്കിലും എന്താ പറയാ വാക്ക് പാലിക്കാൻ പറ്റിയിട്ടുണ്ടോ? ചില സമയങ്ങളിൽ പാലിക്കാൻ പറ്റും, ചില സമയത്തിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ നമുക്ക് ചില സന്ദർഭങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കില്ല. നമ്മൾ വിചാരിക്കും, തീരുമാനങ്ങൾ എടുക്കും, പക്ഷെ നടപ്പിലാക്കുന്നത് ഈശ്വരനാണ്. മനസ്സിലാവുന്നില്ലേ? നാളെ രാവിലെ ഉറങ്ങിയെണീക്കാൻ നമ്മൾ ഉണ്ടാവും നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ഒരാൾക്കും പറയാൻ പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അപ്പൊ ഈശ്വരനെ കൊണ്ടേ സാധിക്കൂ നാളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന തീരുമാനങ്ങളിലേക്ക് എത്താൻ ഈശ്വരനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് ഈശ്വരൻ മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് ഒരിക്കലും മിഥ്യ അഹങ്കാരം വേണ്ട. എന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും, ഞങ്ങളെ കൊണ്ട് പറ്റും എന്ന തോന്നലുകളൊക്കെ മാറ്റി നിർത്തിക്കും. ഒന്നും പറ്റില്ല നമ്മളെ കൊണ്ട്. നമുക്ക് ഈശ്വരനോട് ചോദിക്കാൻ പറ്റും. തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. അപ്പൊ ഈ ശരീരം കൊണ്ട് നേടിയതൊന്നും എന്റേതെന്ന ബോധം വേണ്ട, ഒരിക്കലും വേണ്ട. പിന്നെയോ സർവവിധേയനും ഈശ്വര തുല്യനാവുക എന്ന സങ്കല്പം ഉൾപ്പെടെയുള്ള ഭൗതിക ധാരണകളിൽ നിന്ന് തികച്ചും വിട്ടൊഴിച്ചാൽ ജീവന് തന്റെ യഥാർത്ഥ നില മനസ്സിലാവും. എല്ലാം എന്നെ കൊണ്ട് സാധിക്കുന്നുള്ള തോന്നലൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എന്ത്, ഒന്നുമല്ല, ഈശ്വരനാണ് എല്ലാം തീരുമാനമെടുക്കുന്നത്. അതെ, നമ്മുടേതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല, എല്ലാം ഈശ്വരന്റെയാണ്. നമ്മളുടെ മക്കൾ, എന്റെ മകൻ, എന്റെ മകൾ എന്ന് പറയുന്നത് പോലും ഈശ്വരന്റെയാണ്. അവർ ഈ ഭൂമിയിൽ വരാൻ നമ്മളൊരു കാരണമായി, അത്രയേ ഉള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും അവകാശപ്പെടാൻ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല, നമ്മുടെ ശരീരം പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരവസ്ഥയിൽ നമ്മൾ ജീവിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മുടെ ജീവന്റെ വില എന്താണ്, ഇതൊക്കെ പൂർണ്ണമായിട്ട് ബോധ്യമാവും, ഉറപ്പായിട്ടും ബോധ്യമാവും, സംശയമില്ലാത്ത കാര്യമാണ്. ഭഗവത്ഗീതയുടെ ദൃഷ്ടിയിൽ ജീവസത്ത കൃഷ്ണന്റെ വിവിധ ശക്തികളിൽ ഒന്ന് മാത്രമാണ് സ്പഷ്ടം. ഭഗവത്ഗീതയുടെ നോട്ടത്തില് ജീവസത്ത കൃഷ്ണന്റെ ശക്തികളിൽ ഒന്ന് മാത്രമാണ്. കൃഷ്ണൻ അനേകായിരം കോടിക്കണക്കിന് നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര ശക്തികളുണ്ട്. ഈ ശക്തികളില് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ശക്തികളിൽ ഒരു കടുകുമണിയേക്കാൾ താഴെയാണ് നമ്മള്. ഭഗവാന്റെ കോടിക്കണക്കിന് എണ്ണിയാൽ തീരാത്ത ശക്തികളില് എവിടെയോ ഒരു മൂലക്ക് കിടക്കുന്ന ഒരു ചെറിയ സംഭവമാണ് നമ്മൾ. മനസ്സിലാവുന്നു? ഒന്നുമല്ല നമ്മള്. എന്നിട്ടും നമ്മുടെയൊക്കെ അഹങ്കാരം എന്താ? ഞാൻ എന്തൊക്കെയോ ആണ് എന്നൊരു തോന്നലാണ്. ഈ തോന്നലൊക്കെ ഇന്ന് മുതൽ മാറ്റുക. ഒന്നുമില്ല നമുക്ക്. ഈ കസേരയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുമ്പോ ഒന്ന് കുഴഞ്ഞു വീണാ തീരുന്നതേ ഉള്ളൂ ഈ ജന്മം. ഇപ്പൊ വരാട്ടോ എന്നും പറഞ്ഞ് ഇറങ്ങിയാൽ തിരിച്ചു വരുന്നത് ചിലപ്പോൾ ബോഡി ആയിട്ടായിരിക്കും. ഇത്ര ക്ഷണികമായ ഒരു ജീവിതമാണ് നമ്മുടേത്. ഈ ക്ഷണികമായ ജീവിതത്തില് നമ്മൾ ഒരു പ്രശ്നങ്ങൾക്കും പോണ്ട. എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പോവാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു വെല്ലുവിളികൾക്കും പോണ്ട. ആ വെല്ലുവിളികൾ നാളത്തെ തിരിച്ചടികളായി മാറില്ല എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്താ ചിന്തിക്കാന്ന് വെച്ചാൽ ഇതിലൊന്നും ഒന്നുമില്ല, ഒന്നും കേൾക്കാനുമില്ല, ഒന്നും പറയാനുമില്ല. ആ സമയം കൊണ്ട് ഭഗവാനേ എന്ന നാമം വിളിക്കുക. അത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ.
അതാണ് ഈ ക്ഷണികമായ ജീവിതത്തിലെ ബിന്ദമ്മേ ആ ഡോറും തുറക്കാമോ. ഈ ക്ഷണികമായ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഈ ശക്തിയുടെ ഭൗതിക മാലിന്യം നീങ്ങിയാല് അത് തികഞ്ഞ കൃഷ്ണാവബോധമാർന്ന് മുക്തി നേടും. നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് ഭഗവാനേ എന്നൊരു വിളി വിളിച്ചാല് എന്തേ വണ്ടി കഴുകാനാ, എന്തൊക്കെയോ ആണെന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊന്നുമല്ല എന്ന ബോധം വന്നു കഴിയുമ്പോൾ, സർവവും കൃഷ്ണനാണ് എന്ന നല്ല വ്യക്തമായ അറിവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ആരായി? കൃഷ്ണാവബോധമുള്ള വ്യക്തികളായി. കൃഷ്ണാവബോധമുള്ള വ്യക്തികളായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ലഭിക്കുക? ഭഗവാന് ലഭിക്കും. ഇല്ലെങ്കിൽ എന്ത് ലഭിക്കും? അഹങ്കാരം ലഭിക്കും. അഹങ്കരിച്ച് 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 ധിക്കരിച്ച് അവസാനം ഒരു വലിയ പടുകുഴിയിൽ വീണിട്ട് മേലോട്ട് നോക്കിക്കിടക്കും. അയ്യോ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരണേന്ന് ഒരാളും വരൂല. അവിടെ കിടക്കും കുഴിയില്. ആരും ആരെയും വിധിക്കാൻ പോണ്ട, ആരും ആരെയും ചോദ്യം ചെയ്യാനും പോണ്ട. അതിനൊക്കെയുള്ള അധികാരം പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണന് മാത്രമാണ്. ആ കൃഷ്ണൻ തീരുമാനിക്കും, കൃഷ്ണൻ നടപ്പിലാക്കും. അത് ഉൾക്കൊള്ളേണ്ട വ്യക്തികൾ മാത്രമാണ് നമ്മൾ. മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു അഹങ്കാരവും ഇല്ല, ഒരു ധിക്കാരവും ഇല്ല. കൃഷ്ണാവബോധമുള്ള നല്ല വ്യക്തികളായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോവാം. ഓക്കെ, ഇത്ര പോരെ? സമയം എത്രയായി? 12 മണി. കുഞ്ഞു കുഞ്ഞു ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും എളുപ്പമുണ്ടാവും, മനസ്സിലാക്കാനും എളുപ്പമുണ്ടാവും. ഇനി രാത്രി എടുക്കാം കേട്ടോ. എന്ന് നമ്മൾ പറയുന്നു, ഭഗവാൻ തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഗീത നാളെ രാവിലെ എടുക്കാം 5:30 മണിക്ക്. 5:30 എന്നുള്ളത് ചിലപ്പോൾ ഒന്ന് 6 മണിയാവും. കാരണം ചിലപ്പോൾ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേ ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ലേറ്റാവും, ക്ഷമിക്കണം. എന്നാലും നാളെ രാവിലെ എടുക്കാം. പറ്റുന്നവർ ലൈവിൽ വരിക, അല്ലാത്തവർ പിന്നീട് റെക്കോർഡ്